അതുപോലെ ഇവിടെ ഒരു കുഞ്ഞു മുറിയുണ്ട്, അത്യാവശ്യം സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള മുറിയുണ്ട്, അതൊക്കെ കണ്ടു. പക്ഷെ മോളിലാണ് നല്ല ഭംഗിയുള്ളത്, ഞാൻ കയറി നോക്കിയായിരുന്നു. അവിടെ ഒന്നുകൂടെ നിങ്ങളെ കയറി കാണിച്ചു തരാം. ഇത് നല്ല വുഡന്റെ സ്റ്റെപ്സ് അല്ലേ? വുഡൻ സ്റ്റെപ്സ് ആട്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ല സുഖമുണ്ട് ഇതിൽ കൂടെ നടക്കാനായിട്ട്. അങ്ങനെ നമ്മൾ മോളിലെത്തി. മോളിൽ എത്ര റൂമുള്ള? 2. മോളിൽ 2 റൂംസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം. മോസ്റ്റ്ലി ആലുവേല വീട്ടിലാണോ നിൽക്കാറുള്ളത്? ഉള്ളപ്പം ഇവിടെ ആണ്, പക്ഷെ ഇങ്ങോട്ട് മുകളിലേക്ക് കയറാറില്ല അല്ലേ? കാരണം അതാണ് കേട്ടല്ലേ അല്ലേ? ശരിക്കും നമുക്കൊരു 2 റൂം അത്ര അതിന്റെ ആവശ്യമുള്ളൂ. സത്യമായിട്ടും അവിടെ ഒരു വാഷ്റൂം ഉണ്ട്. ഇത് ഫേവറേറ്റ് സ്പോർട്സിൽ ഒന്നാണോ? നല്ല ഭംഗിയുള്ള സ്ഥലം. ഇവിടെയൊക്കെ വന്നിരിക്കാറുണ്ടോ? എന്റെ റൂമിൽ നിന്ന് ഇറങ്ങാറില്ല. വെരി ഗുഡ്. ഇതാണ് ജാപ്പനീസ് പോയട്രി എന്ന് പറഞ്ഞത്. നല്ല രസമുള്ള ഒരു മരം. ഇങ്ങനെ താഴെ എന്തൊക്കെയോ ചെടിയൊക്കെ വളർത്താനായിട്ട് വിട്ടിട്ടുണ്ടല്ലോ അതിനകത്ത്. ആണോ? എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി തൂക്കുന്നൊക്കെ ഇതിലാണ്. അത് ശരി. എന്നിട്ട് ക്രിസ്മസ് ട്രീ എവിടെ? ഇതാണ്. അല്ല, എന്നിട്ട് അത് എവിടെ? ക്രിസ്മസ് ആയിട്ട് സാധനങ്ങളൊന്നും തൂക്കിയിട്ടൊന്നും ഇല്ലല്ലോ. അതൊക്കെ ഉടനെ ഉണ്ടാവോ? അങ്ങനെയൊന്നും ചെയ്യാറില്ല. പരീക്ഷിക്കാവുന്നതാണ് അല്ലേ? എത്ര വർഷമായാണ് ഈ വീട് വെച്ചിട്ട്? ഒരു 8 വർഷം തീർച്ചയായും. നല്ല ഭംഗിയായിട്ട് സാധാരണ നമ്മളിങ്ങനെ ഒരു വൈറ്റ് വീടൊക്കെ കാണുമ്പോ തുടക്കത്തിലൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ വെക്കും, അത് കഴിയുമ്പോ ഒരു വഴി ആവുമെന്ന് പറയും. എപ്പോഴും ഭയങ്കര പോസിറ്റീവ് ഫീൽ ആണ് നമുക്ക്. അത് വന്നു കഴിയുമ്പോഴും പെട്ടെന്ന് ഒരു ഹാപ്പിനെസ് ഫീൽ ആണ്. ഇത് പ്രത്യേകിച്ചും ഈ ചെടികളുള്ളത് കൊണ്ട് പ്ലാന്റ്സ് ഭയങ്കര ഭയങ്കര പോസിറ്റീവ്നെസ്. ഇവിടുത്തെ ഇതിന്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ചെടികൾ തന്നെയാ അല്ലെ? ബാംബു. അതെ, ബാംബു ആണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. നമ്മൾ ഈ മൂലമറ്റം എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാന്ന് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ലായിരുന്നു, അറിഞ്ഞിട്ടില്ലായിരുന്നു. എനിക്ക് അതാണ് മൂലമറ്റം പവർ ഹൗസ് മാത്രമേ എനിക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ. കാണായിരുന്നു തുമ്മച്ചി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിന്റെ ഒരു പാറ, അവിടെ ഒരു പള്ളിയാണ്, ഒത്തിരി ആളുകൾ വന്ന് വിസിറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്താണ് നാടുകാണി. ഇവിടെയൊക്കെ പോയിട്ടുണ്ടോ? ഉണ്ടോ? ചെറുപ്പം തൊട്ടേ പോകുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ നാടുകാണിയുണ്ട്, ഭയങ്കര രസമായിട്ടുള്ളൊരു. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഇലവീഴ പൂഞ്ചിറ കണ്ടിരുന്നു. അവിടെ നിന്ന് കുറച്ച് കിലോമീറ്റേഴ്സ് കൊണ്ടുള്ളൂ, ഒരു 5-6 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഇവിടേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 4 മണി തൊട്ട് ഞങ്ങൾ ഈ വീട്ടിലുണ്ട്. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. പരമാവധി ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷേ നമ്മള് കുറച്ചുകൂടെ നേരത്തെ വരുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാം കാണാറുണ്ട്. അതുപോലെ ദൃശ്യത്തിലെ കുറച്ച് സീനുകളൊക്കെ അതും ആ നാടുകാണിയുടെ തൊട്ടടുത്തുള്ള റിസോർട്ടിലാണ്.